ഹിസ്റ്ററി ഓഫ് ആർക്കിയോളജി ഇൻ ഇന്ത്യ എന്ന പേപ്പറിലെ സെക്കൻഡ് ചാപ്റ്റർ ആർക്കിയോളജി ഇൻ ഇന്ത്യ. ഇതിൽ ആദ്യം പഠിക്കാൻ പോകുന്നത് ഏഷ്യാറ്റിക് സൊസൈറ്റിയെക്കുറിച്ചാണ്. ഇന്ത്യയിലെ കമ്പനി ഭരണകാലത്ത് ഓറിയൻ്റൽ റിസർച്ച് മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു സ്ഥാപനമായി ഇന്ത്യ ഗവൺമെൻറ് ഓർഗനൈസേഷനാണ് ഏഷ്യാറ്റിക് സൊസൈറ്റി കൊണ്ടുവന്നത്. 1784 ജനുവരി 15 ഇത് സ്ഥാപിതമായത്. ഫോർട്ട് വില്യം പ്രസിഡൻസിയുടെ അന്നത്തെ തലസ്ഥാനമായ കൊൽക്കത്തയിൽ ജസ്റ്റിസ് റോബർട്ട് ചെമ്പേഴ്സിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഭാഷാശാസ്ത്രജ്ഞനായ വില്യം ജോൺസ് ഇത് സ്ഥാപിച്ചത്. സ്ഥാപിതമായ സമയത്ത് ഈ സൊസൈറ്റിക്ക് ഏഷ്യാറ്റിക് സൊസൈറ്റി എന്നായിരുന്നു പേര്. 1825 സൊസൈറ്റിയുടെ പേര് ഏഷ്യാറ്റിക് സൊസൈറ്റി എന്ന് പുനർനാമകരണം ചെയ്തു. പിന്നീട് 1832 പേര് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ എന്നാക്കി മാറ്റുകയും 1936 ദി റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ എന്ന് പുനർനാമകരണം ചെയ്യുകയും ചെയ്തു. ഒടുവിൽ 1951 ജൂലൈ 1 സൊസൈറ്റിയുടെ പേര് ഇന്നത്തെ പേരിലേക്ക് മാറ്റി. കൊൽക്കത്തയിലെ പാർക്ക് സ്ട്രീറ്റിലെ ഒരു കെട്ടിടത്തിലാണ് സൊസൈറ്റി പ്രവർത്തിക്കുന്നത്. 1808 സൊസൈറ്റി ഈ കെട്ടിടത്തിലേക്ക് മാറി. 1823 മെഡിക്കൽ ആൻഡ് ഫിസിക്കൽ സൊസൈറ്റി ഓഫ് കൽക്കട്ട രൂപീകരിക്കുകയും ഈ സൊസൈറ്റിയുടെ എല്ലാ മീറ്റിങ്ങുകളും ഏഷ്യാറ്റിക് സൊസൈറ്റിയിലേക്ക് മാറ്റുകയും ചെയ്തു. അടുത്തത് പഠിക്കാനുള്ളത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയെക്കുറിച്ചാണ്. പുരാവസ്തു ഗവേഷണത്തിനും രാജ്യത്തെ സാംസ്കാരിക ചരിത്ര സ്മാരകങ്ങളുടെ സംരക്ഷണത്തിനും ഉത്തരവാദിത്തമുള്ള ഒരു ഇന്ത്യൻ സർക്കാർ ഏജൻസിയാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. അപ്പോൾ പുരാവസ്തു ഗവേഷണത്തിനും രാജ്യത്തെ സാംസ്കാരിക ചരിത്ര സ്മാരകങ്ങളുടെ സംരക്ഷണത്തിനും വിധിക്കപ്പെട്ട ഒരു ഏജൻസിയാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ബ്രിട്ടീഷ് ഭരണകാലത്ത് അലക്സാണ്ടർ കണ്ണിങ്ഹാം 1861 ഇത് സ്ഥാപിച്ചു. അടുത്തത് അലക്സാണ്ടർ കണ്ണിങ്ഹാമിനെ കുറിച്ച് പഠിക്കാം. ഇന്ത്യൻ ആർക്കിയോളജിയുടെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്ന അലക്സാണ്ടർ കണ്ണിങ്ഹാം ഇന്ത്യയിലെ മുൻനിര പുരാവസ്തു ഗവേഷകനാണ്. പുരാവസ്തു ഗവേഷണ മേഖലയിലുള്ള അദ്ദേഹത്തിൻ്റെ താൽപ്പര്യം ഇന്ത്യയിലെ കൊളോണിയൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പുരാവസ്തു ശാസ്ത്രം ഒരു ശാസ്ത്രശാഖയായും പ്രത്യേക ശാഖയായും സ്ഥാപിക്കുന്നതിന് നയിച്ചു. മേജർ ജനറൽ റാങ്കിലുള്ള ഒരു മിലിറ്ററി എഞ്ചിനീയറായിരുന്നു അദ്ദേഹം. 1861 അലക്സാണ്ടർ കണ്ണിങ്ഹാമിൻ്റെ അഭ്യർത്ഥന പ്രകാരം ഗവർണർ ജനറൽ ലോർഡ് കാനിങ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിച്ചു. ഡയറക്ടർ ജനറലുമായിരുന്നു അദ്ദേഹം. ചരിത്രപരമായ പുരാവസ്തു ഗവേഷണമായിരുന്നു കണ്ണിങ്ഹാമിൻ്റെ പ്രാഥമിക താൽപ്പര്യം. 2 പ്രധാന ചൈനീസ് തീർത്ഥാടകരായ ഫ ഹിയാൻ, ഹ്യൂൻ ചാങ് എന്നിവരുടെ കൃതികൾ വായിച്ചുകൊണ്ട് തക്ഷില, ശ്രാവസ്തി, കൗസാംബി, ബർഹട്ട് തുടങ്ങിയ ബുദ്ധമതവുമായി ബന്ധപ്പെട്ട നിരവധി പുരാവസ്തു സ്ഥലങ്ങൾ സ്മാരകങ്ങളും അദ്ദേഹം കണ്ടെത്തിയിരുന്നു. അടുത്തത് റോബർട്ട് ബ്രൂസ് ഫ്രൂട്ട്. റോബർട്ട് ബ്രൂസ് ഫ്രൂട്ട് ഒരു ബ്രിട്ടീഷ് ജിയോളജിസ്റ്റും പുരാവസ്തു ഗവേഷകനുമായിരുന്നു. അദ്ദേഹം ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയ്ക്കായി ഇന്ത്യയിലെ ചരിത്രാതീത സ്ഥലങ്ങളെക്കുറിച്ചുള്ള സർവേ നടത്തി. ഇന്ത്യൻ പുരാവസ്തു ഗവേഷണത്തിന് നൽകിയ സംഭാവനകൾക്ക് അദ്ദേഹത്തെ ഇന്ത്യൻ ചരിത്രാതീത കാലത്തെ പിതാവ്, ദ ഫാദർ ഓഫ് ഇന്ത്യൻ പ്രീഹിസ്റ്ററി എന്ന് വിളിക്കാൻ കാരണമായി. 1863 അദ്ദേഹത്തിൻ്റെ പുരാവസ്തു സർവേ ആരംഭിച്ചതിനു ശേഷം അദ്ദേഹം ഇന്ത്യയിലെ ആദ്യത്തെ നിർണായകമായ പാലിയോലിറ്റിക് ശിലാ ഉപകരണം, അതായത് ഒരു കൈക്കോടാലി കണ്ടെത്തി. ദക്ഷിണേന്ത്യയിൽ അദ്ദേഹം ഒരു ഉപകരണവും കണ്ടെത്തലിനു ശേഷം അദ്ദേഹവും വില്യം കിങ്ങും തെക്കൻ പടിഞ്ഞാറൻ ഇന്ത്യയിൽ അത്തരം കൂടുതൽ ഉപകരണങ്ങളും വാസസ്ഥലങ്ങളും കണ്ടെത്തി. മദ്രാസിനടുത്തുള്ള പല്ലവാരം എന്ന് പറയുന്ന പ്രദേശത്തു നിന്നാണ് അദ്ദേഹം ആദ്യത്തെ പാലിയോലിറ്റിക് ഉപകരണം കണ്ടെത്തിയത്. 1784 ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ രണ്ടാമത്തെ വലിയ ഗുഹയായ ബെലം
ഗുഹകൾ, അതായത് 3.5 കിലോമീറ്റർ നീളമുള്ള ഗുഹകൾ അദ്ദേഹം കണ്ടെത്തി. 1887 അദ്ദേഹം GSIയുടെ ഡയറക്ടറായി. സിന്ധു നദീതട സംസ്കാരം അഥവാ സിന്ധു നാഗരികത എന്നും അറിയപ്പെടുന്ന ഹരപ്പൻ സംസ്കാരം ദക്ഷിണേന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിലെ ഒരു വെങ്കലയുഗ നാഗരികതയായിരുന്നു. പുരാതന ഈജിപ്ത്, മെസോപ്പൊട്ടാമിയ എന്നിവയ്ക്കൊപ്പം സമീപ കിഴക്കൻ ദക്ഷിണേന്ത്യ എന്നിവിടങ്ങളിലെ 3 ആദ്യകാല നാഗരികതകളിൽ ഒന്നായിരുന്നു ഇത്. ഏറ്റവും വ്യാപകമായ 3 ആധുനിക പാകിസ്ഥാന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും വ്യാപിച്ചു കിടക്കുന്ന സ്ഥലങ്ങൾ ഇതിലുണ്ട്. വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയുടെ വടക്കു കിഴക്കൻ അഫ്ഗാനിസ്ഥാനിന്റെയും ചില ഭാഗങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. 1924 സർ ജോൺ മാർഷലാണ് ഹരപ്പ കണ്ടെത്തിയതായി പുറത്തുവിട്ടത്. ഹരപ്പ കണ്ടെത്തുന്നതിന് നേതൃത്വം നൽകിയത് ദയാറാം സാഹ്നിയും മോഹൻജൊദാരോ കണ്ടെത്തുന്നതിന് നേതൃത്വം നൽകിയത് RD ബാനർജിയുമായിരുന്നു. ജോൺ മാർഷൽ ഒരു ബ്രിട്ടീഷ് ചരിത്രകാരനാണ്. ജോൺ ഹോപ്കിൻസ് സർവകലാശാലയിലെ ചരിത്ര വിഭാഗത്തിന്റെ ചെയർമാനായിരുന്നു അദ്ദേഹം. ദയാറാം സാഹ്നി 1920 മുതൽ 21 വരെ ഹരപ്പയിലെ സിന്ധു നദീതട പ്രദേശത്തിന്റെ ഉത്ഖനനത്തിന് മേൽനോട്ടം വഹിച്ച ഇന്ത്യൻ പുരാവസ്തു ഗവേഷകനായിരുന്നു. ജോൺ മാർഷലിന്റെ പിൻഗാമിയായി 1931 ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറലായി നിയമിതനായ ആദ്യ ഇന്ത്യക്കാരനായി സാഹ്നി 1935 വരെ സേവനമനുഷ്ഠിച്ചു. മോർട്ടിമർ വീലർ ഒരു ബ്രിട്ടീഷ് പുരാവസ്തു ഗവേഷകനും ബ്രിട്ടീഷ് ആർമിയിലെ ഉദ്യോഗസ്ഥനുമായിരുന്നു. തൻ്റെ കരിയറിൽ നാഷണൽ മ്യൂസിയം ഓഫ് വെയിൻസിൻ്റെയും ലണ്ടൻ മ്യൂസിയത്തിൻ്റെയും ഡയറക്ടർ, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ, ലണ്ടനിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിയോളജിയുടെ സ്ഥാപകനും ആയിരുന്നു അദ്ദേഹം. പുരാവസ്തു വിഷയങ്ങളിൽ മോർട്ടിമർ വീലർ 24 പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. 1934 ലണ്ടനിലെ ഫെഡറൽ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായി അദ്ദേഹം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിയോളജി സ്ഥാപിച്ചു. 1944 അദ്ദേഹം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറലായി നിയമിതനായി. അതിലൂടെ ഹരപ്പ, അരിക്കമേട്, ബ്രഹ്മഗിരി എന്നിവിടങ്ങളിലെ സ്ഥലങ്ങളുടെ ഉത്ഖനനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുകയും ഉപഭൂഖണ്ഡത്തിലെ പുരാവസ്തു സ്ഥാപനത്തിൽ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തു. 1948 ബ്രിട്ടനിലേക്ക് മടങ്ങിയ അദ്ദേഹം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിയോളജിക്കൽ പ്രഭാഷണം നടത്തുകയും പാകിസ്ഥാൻ സർക്കാരിൻ്റെ പുരാവസ്തു ഉപദേഷ്ടാവായി സേവനം അനുഷ്ഠിച്ചു. അടുത്തത് ഇമ്പോർട്ടൻറ്റ് യൂണിവേഴ്സിറ്റീസ് പ്രൊവൈഡ്സ് ആർക്കിയോളജിക്കൽ ട്രെയിനിങ്. ആദ്യം പഠിക്കാനുള്ളത് ഡെക്കാൻ കോളേജ്, പൂനെ. 1939 മുതൽ പുരാവസ്തു ഗവേഷണ ജീവിതം ആരംഭിച്ച ഡെക്കാൻ കോളേജ്, പൂനെ സ്വതന്ത്രാനന്തര കാലഘട്ടത്തിൽ അഭിവൃദ്ധി പ്രാപിച്ചു. പുരാവസ്തു പര്യവേഷണങ്ങൾക്കും ഉത്ഖനനങ്ങൾക്കും ഇത് അക്കാദമിക പരിശീലനം നൽകുന്നു. അതുപോലെ അവരുടെ ഉത്ഖനനങ്ങളിൽ നിന്നും ശേഖരിച്ച പുരാവസ്തുക്കൾ സൂക്ഷിക്കുന്നതിനുള്ള ഒരു മ്യൂസിയവും അവരുടെ കീഴിലുണ്ട്. അലഹബാദ് യൂണിവേഴ്സിറ്റി. അലഹബാദ് സർവകലാശാലയുടെ പുരാതന ചരിത്രം, സംസ്കാരം, പുരാവസ്തു വകുപ്പ് 1955 ആരംഭിച്ചു. ഇത് പുരാവസ്തു ശാസ്ത്രത്തിന് പ്രത്യേക ശ്രദ്ധ നൽകുന്നു. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറലായ സർ മോർട്ടിമർ വീലറിൽ നിന്ന് പുരാവസ്തു ഉത്ഖനനങ്ങൾ നടത്താനുള്ള ലൈസൻസ് ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല വകുപ്പാണ് ഇത്. 1948 കൗസാംബിയിൽ ഉത്ഖനനം ആരംഭിച്ചു. അടുത്തത് മദ്രാസ് യൂണിവേഴ്സിറ്റി. TB മഹാലിംഗം, BK ഗുരുരാജറാവു, C കൃഷ്ണമൂർത്തി, R ചെമ്പകലക്ഷ്മി തുടങ്ങിയ പ്രഗത്ഭരായ അധ്യാപകരുമായി 1959 പ്രാചീന ചരിത്ര പുരാവസ്തു വകുപ്പ് ആരംഭിച്ചു. വകുപ്പ് ക്യൂറേറ്റർ, എക്സ്കവേഷൻ റിസർച്ച് അസിസ്റ്റന്റ് തുടങ്ങിയ സാങ്കേതിക തസ്തികകളും മദ്രാസ് യൂണിവേഴ്സിറ്റിയിലുണ്ട്. TB മഹാലിംഗം, BK ഗുരുരാജറാവു, C കൃഷ്ണമൂർത്തി, R ചെമ്പകലക്ഷ്മി
എന്നിവരുടെ നേതൃത്വത്തിലാണ് മദ്രാസ് യൂണിവേഴ്സിറ്റി ആരംഭിച്ചത്. അടുത്തത് കേരള സർവകലാശാല. വിഴിഞ്ഞം, കുറ്റിക്കോൽ, ഏനാദിമംഗലം തുടങ്ങിയ ആദ്യകാല ചരിത്ര സ്ഥലങ്ങളായ ഇരുമ്പുയുഗ സ്ഥലങ്ങളിൽ പുരാവസ്തു ഗവേഷണം നടത്തിയിരുന്ന ഡിപ്പാർട്ട്മെന്റ് ബിരുദാനന്തര ബിരുദ തലത്തിൽ വിദ്യാർത്ഥിനികൾക്ക് മാത്രം പുരാവസ്തു പരിശീലനം നൽകുന്ന കേരളത്തിലെ ഏക വകുപ്പാണ് കേരള സർവകലാശാലയിലെ പുരാവസ്തു വകുപ്പ്. കേരളം മെഗാലിറ്റിക് ഗസറ്റിയർ പ്രൊജക്ട് എന്ന പദ്ധതിയിലൂടെ കേരളത്തിലെ മെഗാലിറ്റിക് വിതരണങ്ങളെ രേഖപ്പെടുത്തുന്നതിനുള്ള ബൃഹത്തായ പദ്ധതിയും വകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. അവരുടെ പുരാവസ്തു ഖനനങ്ങളിൽ നിന്നും പര്യവേക്ഷണങ്ങളിൽ നിന്നും കണ്ടെത്തിയ പുരാവസ്തുക്കൾ സൂക്ഷിക്കുന്ന ഒരു മ്യൂസിയവും അവിടെയുണ്ട്.